മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൊച്ചിയിലേക്ക് നടത്തിയ ഹെലികോപ്റ്റർ യാത്രയ്ക്കെതിരെ വ്യാപക വിമർശനം. ഇന്നലെയാണ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര നടത്തിയത്. കഴിഞ്ഞ സർക്കാർ അവയവ കൈമാറ്റത്തിനടക്കം ഉപയോഗിച്ച ഹെലികോപ്റ്ററാണ് ഇപ്പോൾ സ്വകാര്യ ആവശ്യത്തിനായി മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത്. കമലേഷ് ചേരുകയാണ്. കമലേഷ്, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഈ ഹെലികോപ്റ്ററിൻ്റെ പേരിൽ എന്തെല്ലാം അപവാദങ്ങൾ, ആക്ഷേപങ്ങൾ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷവും ഒരു കോൺഗ്രസും ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇപ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്കടക്കം, പ്രൈവറ്റ് ആവശ്യങ്ങൾക്കടക്കം എല്ലാവരും ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശം? ഷമ്മി, ഈ ഹെലികോപ്റ്റർ സംസ്ഥാന സർക്കാർ വാങ്ങുന്നത് അത് കേരള പോലീസിന് വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ വാങ്ങുന്നത്. അത് പ്രധാനമായും ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് ഈ അവയവങ്ങൾ ഈ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ, ആ നിലയിലാണ് ഈ ഹെലികോപ്റ്റർ സംസ്ഥാന സർക്കാർ വാങ്ങുന്നത്. പക്ഷേ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനവും ട്രോളുകളും ഒക്കെ ഉണ്ടാക്കിയത് അന്നത്തെ UDFും കോൺഗ്രസും വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുമായിരുന്നു, നേതാക്കളുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നിലവിലിപ്പോൾ അതേ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുമ്പോൾ ഈ ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഉപയോഗിക്കുന്നു എന്നതാണ് നിലവിൽ വലിയ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് ഈ ഹെലികോപ്റ്ററിലാണ് വി.ഡി. സതീശൻ സഞ്ചരിച്ചിട്ടുള്ളത്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഞ്ചരിച്ചിട്ടുള്ളത്. അത് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു യാത്ര നടത്തിയത് എന്ന നിലയിലാണ് വലിയ വിമർശനവും ട്രോളുകളും മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സജീവമായി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ കൊച്ചിയിൽ എത്തിയെങ്കിലും ഈ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അവിടെ ലാൻഡ് ചെയ്യാൻ ഹെലികോപ്റ്ററിന് സാധിച്ചില്ല. പിന്നീട് മറ്റൊരിടത്ത് ഇറങ്ങി പ്രത്യേക കോൺവോയ് ഉൾപ്പെടെയായി ആ നിലയിലാണ് മുഖ്യമന്ത്രി ഈ ആശുപത്രിയിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിനെതിരെ വലിയ ട്രോളുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. അതായത് ഒരു വശത്ത് മഴക്കെടുതികൾ മൂലം ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോൾ ആ ദുരിതബാധിതരായ ആളുകളെ സന്ദർശിക്കാതെ, ആ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാതെ ഭാര്യാപിതാവിനെ കാണാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് യാത്ര നടത്തുന്ന മുഖ്യമന്ത്രി എന്ന നിലയിലാണ് വിമർശനം വരുന്നത്. അമ്മായിയപ്പനെ കാണാനുള്ള യാത്ര എന്ന നിലയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമായും വരുന്നത്. ഏതായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനം ഉന്നയിച്ച ഈ ഹെലികോപ്റ്റർ എന്തിനു വാങ്ങി, ഇത് അനാവശ്യ ചെലവാണ്, ധൂർത്താണ് എന്ന് പറഞ്ഞിരുന്ന നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നിപ്പോൾ അത് സ്വകാര്യ ആവശ്യത്തിനടക്കം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഷമി, ഒരു സർക്കാർ ഒരു അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഇത് എയർ ആംബുലൻസ് പോലുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഒരു വിമാനം, ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുകയാണ്. അത് ധൂർത്ത് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇത്രമാത്രം ആക്ഷേപം ഉന്നയിച്ച ഒരു പ്രതിപക്ഷം ഭരണപക്ഷത്ത് എത്തിക്കഴിയുമ്പോഴേക്കും എത്ര വിദഗ്ധമായിട്ടാണ് അതിൻ്റെ നിലപാടുകൾ മാറ്റുന്നത്. പോലീസിന് വേണ്ടി വാങ്ങിയ ഹെലികോപ്റ്ററാണെന്നുള്ള ആദ്യം ഒരു നരേറ്റീവ് ചമയ്ക്കുന്നു. പിന്നീട് ഈ ഹെലികോപ്റ്ററിനുള്ളിൽ കയറിയിരുന്ന ശേഷം ഇറങ്ങാതെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എടുക്കുന്ന സമീപനവും വന്നതിന് ശേഷം എടുക്കുന്ന സമീപനവും. ഇപ്പോൾ നമുക്കറിയാം, LDF സർക്കാരിൻ്റെ കാലത്ത് ഈ പ്രളയത്തിൻ്റെയും മറ്റും ഒക്കെയുള്ള സമയങ്ങളിൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഒരാളും, മുഖ്യമന്ത്രി അടക്കം ഒരാളും ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടേയില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് നേരെ വ്യത്യസ്തമായ കാഴ്ചയാണല്ലോ കമലേഷ്. ഷമി, തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ന് പ്രതിപക്ഷത്തിരുന്ന UDFും കോൺഗ്രസും ഉൾപ്പെടെ വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു നറേറ്റീവ്, ഇപ്പോൾ ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ അജണ്ട വെച്ചൊരു നറേറ്റീവ് ഉണ്ടാക്കിയത് അന്ന് അത് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ആയിരുന്നു. ഇന്ന് പക്ഷേ UDF അധികാരത്തിൽ വരുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിൻ്റെ ഹെലികോപ്റ്റർ, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ഹെലികോപ്റ്റർ എന്ന നിലയിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ്. എത്ര തന്ത്രപരമായാണ് ഈ വിഷയത്തെ അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി കാണേണ്ടതുണ്ട് എന്നതാണ്.
ഏതായാലും ഇതിനകത്ത് ഇതിൻ്റെ മെറിറ്റ് വെച്ച് ഒരു പരിശോധന നടത്തി നോക്കിയാൽ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് കഴിഞ്ഞ ഇടത് സർക്കാർ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ എയർ ആംബുലൻസ് എന്ന നിലയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഹെലികോപ്റ്ററിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചും ഉൾപ്പെടെ ഈ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന്, അവ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഏറ്റവും വേഗത്തിൽ ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഉപാധി എന്നുള്ള നിലയിൽ ഈ ഹെലികോപ്റ്റർ കഴിഞ്ഞ സർക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. അതോടൊപ്പം തന്നെ ഈ ദുരന്തബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ ഈ ഹെലികോപ്റ്റർ വളരെയേറെ സഹായകരമായിട്ടുണ്ട്. ആ നിലയിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജന താൽപ്പര്യാർത്ഥം പൊതുജനങ്ങളെ മുൻനിർത്തിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അന്ന് പോലും അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും ഇതിനെ എതിർക്കുന്ന നിലപാടാണ് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന UDF സ്വീകരിച്ചത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അധികാരത്തിലെത്തുമ്പോൾ അത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സ്വകാര്യ ആവശ്യങ്ങൾക്ക്, ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണുന്നതിന് വേണ്ടി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ പറന്നു നടക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനെയാണ് വലിയ നിലയിൽ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത്. നവമാധ്യമങ്ങളിൽ ട്രോളുകൾ സജീവമായി വരികയാണ് മുഖ്യമന്ത്രിക്കെതിരെ. അന്നത്തെ നിലപാടുകളും ഇന്നത്തെ നിലപാടും ഒക്കെ എടുത്ത് താരതമ്യം ചെയ്തുകൊണ്ടുള്ള ട്രോളുകൾ സജീവമായി വരുന്നു. ആ നിലയിൽ രൂക്ഷമായ വിമർശനം തന്നെയാണ് സജീവമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഷമി.